അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിക്കുന്ന സമയത്ത് ഈസാ നബി അലൈഹിസ്സലാമയുടെ ജന്മദിനമായ ക്രിസ്തുമസ് ആ നാട്ടിൽ ആഘോഷിച്ചിരുന്നു. മുസ്ലിം സമുദായം അത് കണ്ടിരുന്നു. ആ ഈസാ നബി അലൈഹിസ്സലാം ഞങ്ങളുടെ പൂർവിക പ്രവാചകനാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾ എന്റെ ജന്മദിനവും ആഘോഷിക്കുക എന്ന കൽപ്പനയല്ല നൽകിയത്. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസ്വാറാ ഈസാ ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയമിനെ നസ്വാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. കാരണം ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന കൽപ്പനയാണ് അവർക്ക് നൽകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണത്തിന് ശേഷം 29.5 വർഷം ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരണം നടത്തി. ആരാണ് ആദ്യത്തെ ഖലീഫ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? വിശുദ്ധ ഖുർആനിൽ സ്വാഹിബ്, പ്രവാചകന്റെ കൂട്ടുകാരൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് പ്രവാചകന് സംരക്ഷണം നൽകിയ പ്രവാചകന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ വിവാഹം ചെയ്തത്. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവായ പ്രവാചകന്റെ കൂട്ടുകാരനായ പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്ന ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷവും 3 മാസവും ഇസ്ലാമിക ഭരണം ഏറ്റെടുത്ത് ഭരണം നടത്തി. ആ 2 വർഷത്തിൽ ഒരു റബീഉൽ അവ്വലിന്റെ ആഘോഷം പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിട്ടില്ല. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് നീ ശക്തി നൽകണേ എന്ന് അബൂജഹലിനെയും ഉമറിനെയും നോക്കി അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകന് ധൈര്യം നൽകിയ, പ്രവാചകന് അഭിമാനം നൽകിയ, പ്രവാചകന് സ്ഥൈര്യം നൽകിയ, പ്രവാചകന്റെ എല്ലാം ആയി തീർന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷമാണ് ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തത്. 10 വർഷം. ആ 10 വർഷത്തിൽ ഒരൊറ്റ പ്രാവശ്യം റബീഉൽ അവ്വലിന്റെ 12ന്റെ അല്ലെങ്കിൽ ആ മാസത്തിൽ 1 മണിക്കൂറിൽ 1 മിനിറ്റിൽ പോലും പ്രത്യേകമായ ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ടില്ല. ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ദുന്നൂറൈൻ, 2 പ്രകാശങ്ങളുടെ ഉടമ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ 2 മക്കളെ പ്രവാചകൻ സല്ലല്ലാഹു ദുന്നൂറൈൻ, 2 പ്രകാശത്തിനുടമ എന്ന് സൂചിപ്പിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തു. അവിടുന്ന് നബിദിനം ആഘോഷിച്ചിട്ടില്ല. ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ മകളായ, പ്രവാചകനെ സ്വർഗ്ഗത്തിൽ വെച്ച് ആദ്യമായി കാണാൻ അവസരമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞ ഖിത്അത്തു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമെന്ന് പ്രവാചകൻ പറഞ്ഞ ആ അലി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അവിടുത്തെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവും ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തു. അവിടുന്ന് റബീഉൽ അവ്വൽ ആഘോഷിച്ചിട്ടില്ല. എവിടെയും കാണാൻ കഴിയില്ല, ഒരു രേഖ പോലുമില്ല. ബാത്റൂമിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം? രേഖയുണ്ട്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? രേഖയുണ്ട്. പള്ളിയിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം? രേഖയുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? രേഖയുണ്ട്. പുതുവസ്ത്രം അണിയുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? രേഖയുണ്ട്. സുന്നത്തായ ഓരോ കാര്യങ്ങളെ കുറിച്ചും, ഓരോ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും രേഖയുള്ള വിശുദ്ധ ഇസ്ലാമിൽ വലിയ ആഘോഷമായി നടത്തുന്ന നബിദിനാഘോഷത്തിന് തെളിവില്ല. അതുകൊണ്ട് അത് ഇസ്ലാമികമല്ല. വളരെ സ്നേഹത്തോടെ സൂചിപ്പിക്കുകയാണ്, അത് മതപരമല്ല.